യോസഫിനെ ഉപേക്ഷിക്കാൻ പോകുകയാണ്. യോസഫ് ഉപേക്ഷിക്കുന്നതല്ല അതിനകത്തെ വിഷയം. അതിലുപരി നാട്ടുകാർ മുഴുവൻ എന്നെ ഒരു വേശ്യയായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കിനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല. ഒരുപക്ഷെ യോസഫ് വ്യഭിചാരക്കുറ്റം ചുമത്തിയായിരിക്കും എന്നെ ഉപേക്ഷിക്കുന്നത്. വേറെ എന്ത് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നത്? യോസഫിനോട് ദൂതൻ ചെന്ന് സംസാരിക്കുമ്പോൾ ആ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്താണ് രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രഹസ്യമായ ഉപേക്ഷണവും പരസ്യമായ ഉപേക്ഷണവും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. രഹസ്യമായ ഉപേക്ഷണത്തിൽ എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു എന്ന് കാരണം പറയുന്നില്ല. പരസ്യമായ ഉപേക്ഷണത്തിൽ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നതെന്ന് കാരണം പറയാം. ഉപേക്ഷിക്കാൻ ഒരു കാരണം യോസഫിന് പറയാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം എന്താണ്? ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന എൻ്റെ ഭാര്യ മറിയ ഇപ്പോൾ ഗർഭിണിയാണ്. അവൾ വ്യഭിചാരം ചെയ്തു. അവൾ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടു. എനിക്ക് അവളെ വേണ്ട. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് യോസഫിൻ്റെ കാര്യം ക്ലീൻ, യാതൊരു പ്രയാസവുമില്ല. വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട്. എന്നാൽ യോസഫ് നീതിമാനാകൊണ്ട് അവനവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? രഹസ്യമായി ഉപേക്ഷിക്കുമ്പോൾ കാരണം പറയുന്നില്ല. കാരണം പറയാതെ അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യോസഫ് നീ എന്താ കല്യാണം കഴിക്കാത്തത്? മറിയെ അവിടെ നോക്കിയിരിക്കുകയല്ലേ? ഞാൻ കല്യാണം കഴിക്കുന്നതിന് തീരുമാനിച്ചു. എന്താ കാരണം? അല്ല, കാരണമൊന്നുമില്ല. കാരണമൊന്നുമില്ലെന്ന് ഇവൻ പറഞ്ഞാൽ നാട്ടുകാർ കാരണം കണ്ടുപിടിക്കും. നാട്ടുകാരെന്ത് പറയും? അപ്പോൾ അതാ കാര്യമല്ലേ, അവൾ ഗർഭിണിയല്ലേ? ശരി, എടാ എന്തായി കാണിച്ചത്? ആ പാവം പിടിച്ച നാട്ടുകാർ ചിന്തിക്കുന്നത് എന്താണ്? യോസഫ് വിവാഹം കഴിഞ്ഞ് അവളുമായി ബന്ധപ്പെടാൻ അനുവാദമില്ലാതിരിക്കെ ആ ഭവനത്തിൽ ചെന്ന് മറിയയുമായി ബന്ധപ്പെട്ട് അവൾ ഗർഭിണിയായി അതിനുശേഷമാണ് ഉപേക്ഷിക്കുന്നതെന്ന്. അല്ലെങ്കിൽ അവൻ കാരണം പറയുമല്ലോ. കാരണം പറയാതിരിക്കാൻ എന്താണ് കാരണം? ഇതിൻ്റെ ഉത്തരവാദി യോസഫ് തന്നെയാണ്. അല്ലാതെ വേറെ ഒരു കാരണവും നാട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ മുതൽ യോസഫിനെ ആളുകൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? വഞ്ചകൻ, ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചവൻ. ഒരുപക്ഷെ അവൻ്റെ നാട്ടിലെ മറ്റ് മാതാപിതാക്കളൊക്കെ പറഞ്ഞു കാണും മക്കളോട്, ഒരിക്കലും അവൻ്റെ അടുത്ത് പോകരുത്, അവൻ്റെ കണ്ണിൽ പെടരുതെന്നൊക്കെ പറഞ്ഞു കാണും. അത്രയ്ക്കും ദുഷ്ടനായ ഒരു കഥാപാത്രമായി യോസഫ് തീരുകയാണ് പെട്ടെന്ന്. അതാണ് യോസഫ് നീതിമാനാണെന്ന് പറയാൻ കാര്യം. അവൻ നിയമം നോക്കിയില്ല. നിയമത്തിനപ്പുറത്താണ് നീതി. അവൻ നിയമം നോക്കിയായിരുന്നെങ്കിൽ അവൻ ഈസി ആയിരുന്നു. അവന് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഞാൻ ഉത്തരവാദിയല്ല. അവൻ ക്ലീനായനെയും. എന്നാൽ അവൻ ക്ലീൻ ആകുമ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയായിത്തീരും? ഡിഫൈൽഡാണ്. അവളെക്കുറിച്ച് അവളൊരു പരസ്യ കോലമാവുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അവൻ മറിയയെ പരസ്യകോലമാക്കുവാൻ ഇഷ്ടപ്പെടായിക കൊണ്ട്. ഹി നെവർ വാണ്ടഡ് ഹെർ ടു ബിക്കം എ പബ്ലിക് എക്സാമ്പിൾ. ഒരു പരസ്യകോലമാക്കാൻ, നാട്ടുകാരെല്ലാം അവളെ പരസ്യകോലമാക്കുക, അല്ലെങ്കിൽ അവളെ അപമാനിക്കുവാൻ ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ട് മറിയയുടെ അപമാനം ഏറ്റെടുത്ത വ്യക്തിയാണ് യോസഫ്. അതാണ് വാസ്തവത്തിൽ നീതി എന്ന് പറയുന്നത്. എങ്ങനെയുള്ള മറിയ? അവനെ വഞ്ചിച്ച മറിയ. അതല്ലാതെ അവന് വേറെ ഒന്നും അറിയത്തില്ലല്ലോ. ഇത് പരിശുദ്ധാത്മാവിനാലാണെന്നൊന്നും അവൻ അറിയത്തില്ലല്ലോ. അവന് മറിയയെക്കുറിച്ച് അറിയാവുന്ന കാര്യം എന്താണ്? എന്നെ വഞ്ചിച്ച എൻ്റെ ഭാര്യ. പക്ഷെ വഞ്ചിച്ച ഭാര്യയെ അപമാനിതയാക്കുവാൻ ഇഷ്ടമില്ലാതെ അവളുടെ അപമാനം ഏറ്റെടുത്ത വ്യക്തിയാണ് യോസഫ്. അവിടെയാണ് യോസഫിൻ്റെ മഹത്വം. അവിടെയാണ് യോസഫ് നീതിമാനെന്ന് പറയുന്നത്. എന്താണ് നീതി? മറ്റൊരാൾ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നീതിമാനാകുന്നത്. അല്ലാതെ നിയമം അനുസരിക്കുന്നത് കൊണ്ട് മാത്രമല്ല. ഇതാണ് വാസ്തവത്തിൽ യോസഫിൻ്റെ കാര്യത്തിൽ. മറിയയുടെ കാര്യത്തിലോ അവളുടെ ജീവിതം ആകമാനമായി താറുമാറാവുകയാണ്. അവൾ ചോദിച്ചു, എന്ത് ക്രൂരതയാണ് എന്നോട് ഈ പറയുന്നത്? എനിക്ക് എങ്ങനെ ഇനി മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റും? ഒരുപക്ഷെ നാളെ ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം. നിങ്ങൾക്കറിയുമല്ലോ യഹൂദ നിയമം. ഒരു വേശ്യയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ യാതൊരു പ്രയാസവുമില്ല. ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് നോക്കി നടക്കുകയാണ്, അവരുടെ കപട നീതിബോധം. എന്നാൽ എല്ലാ പൊട്ടിത്തെറികൾക്കും ഒടുവിൽ ദൂതൻ അവളോട് പറഞ്ഞു, കൂൾഡാവും. ഞാനതിനെ കുറെ കൂടെ ലളിതമായി പറയാണ്. മറിയോട് പറഞ്ഞു, മറിയേ കൂൾഡാവും, നീ ഒന്ന് കേക്ക്. നീ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നീ പുരുഷനെ അറിഞ്ഞെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല.
നീ പാപം ചെയ്തെന്ന് പറഞ്ഞില്ല. നീ പാപം ചെയ്തില്ല. നിന്നിൽ ഉൽപ്പാദിതമാകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നീ പാപം ചെയ്തിട്ടോ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടോ അല്ല. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ആ അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. കാരണം ദൈവത്തിന് ഭൂമിയിൽ ജനിക്കാനായിട്ട് ഒരു 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 ഗർഭപാത്രം ആവശ്യമുണ്ട്. ദാറ്റ്സ് ഓൾ. അവളോട് ഈ കാര്യത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ മുട്ടുകുത്തിയിട്ട് പറയുന്നൊരു ഒരു വാക്കാണ് അവിടെ നമ്മൾ കാണുന്നത്. ഓൾ റൈറ്റ്, ശരി, ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ കണ്ണീരോടെ ആയിരിക്കും അവളത് പറഞ്ഞത്. അവൾ പറഞ്ഞ വാക്കിതാണ്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. കർത്താവിന് എൻ്റെ മേൽ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. ഞാൻ അപമാനിതയാകുവാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അപമാനിക്കപ്പെടുവാൻ തയ്യാറാണ്. ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനതിന് തയ്യാറാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് നമ്മൾ എപ്പോഴും ഈ വാക്യത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ശരിക്കും ആ വാക്യത്തിൻ്റെ അർത്ഥം ദൈവത്തിന് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ എന്നാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമാണെന്നല്ല. ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ല. പക്ഷെ മറിയയുടെ കാര്യത്തിൽ ശരിക്കും ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഗബ്രിയേൽ ദൂതൻ പറയുന്ന കാര്യം ഇതാണ്, മേരി, നീ ദൈവത്തിൻ്റെ ദാസിയാണെന്ന് ഓർക്കണം. ദൈവത്തിന് നിന്നെ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാലേ നീ ദൈവത്തിൻ്റെ ദാസിയാവുകയുള്ളൂ. നിനക്കിഷ്ടമുള്ളതുപോലെ ദൈവം പ്രവർത്തിക്കണമെന്ന് നീ ശഠിച്ചാൽ നീ ദാസിയല്ല. ഇഫ് യു വോണ്ട് ടു ബിക്കം എ സെർവന്റ്, എ മെയ്ഡ്, അവൾ പറയുന്നത്, ഐ എം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ഗാഡ്, ഹി ക്യാൻ ഡു എനിത്തിങ് അപ്പോൺ മീ. ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിന് എൻ്റെ മേലെ എന്തും ചെയ്യാം. എന്നെ അപമാനത്തിലേക്ക് നയിച്ചു വിടണമെങ്കിൽ അവനത് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. എന്നെ നശിപ്പിക്കണമെങ്കിൽ അവൻ നശിപ്പിച്ചോട്ടെ. എൻ്റെ ജീവിതം പോകുന്നെങ്കിൽ പൊക്കോട്ടെ. ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു വേശ്യയായി മുദ്ര കുത്തപ്പെടുന്നുവെങ്കിൽ മുദ്ര കുത്തപ്പെടട്ടെ. ഇനി അതല്ല, കല്ലേറ് കൊണ്ട് മരിക്കണമെങ്കിൽ അത് സംഭവിക്കട്ടെ. എന്ത് വേണമെന്ന് പറയാൻ ഞാൻ ആരാണ്? കർത്താവിന് എന്തും ചെയ്യാമല്ലോ. ഞാൻ കർത്താവിൻ്റെ ദാസി. മേരിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കുള്ള ബഹുമാനം അതാണ്. അപമാനം ഏറ്റെടുക്കാൻ, കഷ്ടത ഏറ്റെടുക്കാൻ, ദുരന്തം ഏറ്റെടുക്കുവാൻ, ഒരുപക്ഷെ മരണം പോലും ഏറ്റെടുക്കുവാൻ അവൾ തയ്യാറായി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്കൊക്കെ യേശുവിനെ തരാൻ വേണ്ടി. ഒരുപക്ഷെ ഇതേ കാര്യമാണ് ഇന്നും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ നമ്മളൊരു പക്ഷേ അപമാനിതരാകേണ്ടി വന്നേക്കാം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ ഒരുപക്ഷെ നമ്മുടെ പേര് ഡിഫൈൽഡ് ആകേണ്ടി വന്നേക്കാം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ ഒരുപക്ഷെ നമ്മൾ മരണം വഹിക്കേണ്ടി വന്നേക്കാം. ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. മറിയയുടെ കമ്മിറ്റ്മെൻറ്റ്, ലോകത്തിനൊരു രക്ഷകനെ കൊടുക്കാൻ ഞാൻ എന്തും അനുഭവിക്കാൻ തയ്യാറാണ്. ലോകത്തിനൊരു രക്ഷകനെ കൊടുക്കാൻ ഞാനൊരു അനിവാര്യതയാണെങ്കിൽ, ദൈവത്തിന് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ എതിർക്കാൻ ഞാൻ ആരാണ്? ഞാൻ അവൻ്റെ ദാസി. അവൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എന്തോരം വലിയ കമ്മിറ്റ്മെൻറ്റാണ് മേരിക്കുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ആഴമറിയാതെ വായിച്ചു പോകുന്നത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ആഴമുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ തിയോളജി ഒന്നുമല്ല. അതിലും അപ്പുറത്ത് ആഴത്തിൽ കിടക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ഹൃദയത്തിൻ്റെ ഉള്ളിലെ അവൻ്റെ വികാര വിചാരങ്ങളുടെ, ആ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ, അവൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ, ദൈവത്തോടുള്ള അവൻ്റെ വിധേയത്വത്തിൻ്റെ, ശരിക്കും ദൈവത്തോടുള്ള വിധേയത്വത്തിൻ്റെ സറണ്ടറിങ് ആണ്. അവൻ സമർപ്പിക്കുകയാണ്. വീണ്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ലൈഫൊന്നുമല്ല. ദൈവത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം സഹിക്കാൻ തയ്യാറായ സ്ത്രീക്ക്, നമ്മളൊരു പക്ഷേ പറഞ്ഞേക്കാം, ചിലപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ തന്നെ പറയാറുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു, അതുകൊണ്ട് ദൈവം എനിക്കൊരു നല്ല വഴി ഒരുക്കി തന്നെന്നൊക്കെ. പക്ഷെ മറിയയുടെ ജീവിതത്തിലൊരു നല്ല വഴി ഉണ്ടായിട്ടില്ല. നമ്മൾ പറയുന്ന നല്ല വഴി, നമ്മൾ പറയുന്ന ഒരു നന്മ. ഇപ്പം എല്ലാവരും നന്മയുടെ പുറകെയാണല്ലോ. നിനക്ക് വേണ്ടി 2013 1-ാം മാസത്തിൽ ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടവും വലവും തിരിയത്തില്ല, കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എതിരെയാണ് വരുന്നതെന്ന്. പക്ഷേ കർത്താവിന് വേണ്ടി ഇത്രയും ചിലപ്പം, ബ്രദറെ, ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചതല്ലേ, കർത്താവ് എനിക്ക് തീർച്ചയായും വലിയൊരു നന്മ വരുത്തുമെന്നൊക്കെ പറയുമ്പോൾ
ഇത്രയും വലിയ ത്യാഗം ആരാ ചെയ്തിട്ടുള്ളത് പ്രിയമുള്ളവരെ? മറിയ ചെയ്തതുപോലെ ഒരു ത്യാഗം ചെയ്ത് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വന്ന് കാണുക. മറിയയ്ക്ക് എന്ത് നന്മയാണ് കിട്ടിയത്? ദൈവപുത്രനെ പ്രസവിച്ചിടാനൊരു സ്ഥലം കിട്ടിയില്ല. 2-ാം അധ്യായത്തിന് 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഈ ഭാഗങ്ങളെടുത്ത് ഓരോന്നായിട്ട് വായിക്കാത്തത്. അവിടെ എഴുതിയിരിക്കുന്നത് 6-ാമത്തെ വാക്യത്തിൽ, അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ആദ്യജാതനായ മകനെ, ഏകജാതനായ മകനെ എന്നല്ല എഴുതിയിരിക്കുന്നത്, ആദ്യജാതനായ മകനെ. യേശു മറിയയുടെ ഏകജാതനല്ല, അവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്, പക്ഷേ മറിയയുടെ ആദ്യജാതനാണ്. ആദ്യജാതനായ മകനെ പ്രസവിച്ചു. പ്രസവിച്ചിട്ട് എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിൽ പ്രസവിച്ചെന്ന് പോലും എഴുതിയിട്ടില്ല, പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് സ്ഥലമില്ല, എങ്ങ് സ്ഥലമില്ല, പശുത്തൊട്ടിയിൽ കിടത്തി. യേശുവിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ മാൻ ഹൂ ഹാഡ് നോ പ്ലേസ് ടു ബി ബോൺ. ജനിച്ചു വീഴാൻ സ്ഥലമില്ലാത്ത ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ജനിച്ചു വീഴാൻ സ്ഥലമില്ലാത്ത ഒരു വ്യക്തി. അവൻ്റെ മരണം ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ജനിച്ചു വീഴാൻ എവിടെയെങ്കിലും സ്ഥലമില്ലായിരുന്നോ? ആശുപത്രിയോ വീടോ എവിടെയെങ്കിലും. പക്ഷേ യേശുവിന് ജനിച്ചു വീഴാനൊരു സ്ഥലം ഇല്ലായിരുന്നു. അവൻ്റെ മരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ കട്ടിലേലോ നിലത്തോ ഒന്നും അല്ലെങ്കിൽ റോഡിലോ കിടന്ന് മരിക്കും. പക്ഷേ യേശുവിൻ്റെ മരണം നിങ്ങളൊന്ന് ആലോചിച്ചേ. അവന് തലചായ്ക്ക് ഒരിടമില്ലാഞ്ഞിട്ട് സ്വന്തം തോളിൽ, ഹി വോണ്ടഡ് ടു ഫൈൻഡ് എൻ അബോർഡ് എ പ്ലേസ് അപ്പോൺ ഹിസ് ഷോൾഡർ. അവൻ്റെ സ്വന്തം തോളിൽ തലചായ്ച്ച് അവൻ മരിക്കുന്നത്. ജനിച്ചു വീഴാൻ സ്ഥലമില്ലാത്തവനും മരിക്കുവാൻ സ്ഥലമില്ലാത്തവനുമായ ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. All the time when I speak about Jesus, when I look unto the cross, what do you see on the cross? A man who lived for others and a man who died for others. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവനായ യേശു. അവൻ സ്വയമായിട്ടൊന്നും കരുതിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല, ഒന്നും അവന് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ്. അവൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അവന് ജനിച്ചു വീഴാനൊരു സ്ഥലം അവൻ തിരക്കിയില്ല, അവന് മരിക്കാനൊരു നല്ല സ്ഥലം അവൻ തിരക്കിയില്ല. അവനെല്ലാം വാടക കെട്ടിടത്തിനും ഓൾവേസ് ഹി വാസ് റെൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇത് വാങ്ങിച്ചൊക്കെയാണ് അവൻ എപ്പോഴും ഉപയോഗിച്ചത്. അവന് സ്വന്തമായിട്ടൊരു പടകില്ലായിരുന്നു. പത്രോസിനുള്ള പടകിൽ കയറാൻ അവൻ പരിശ്രമിക്കുകയാണ്. അവൻ്റെ അവസാനത്തെ വസ്ത്രം പോലും വാസ്തവത്തിൽ എന്താണ്? ഹി വാസ് ഗിവിങ് ഇറ്റ് ഫോർ അതേഴ്സ്. ഈവൻ ദ ലാസ്റ്റ് റെമനന്റ് ഹി ഹാഡ്, അവൻ്റെ മാന്റിൽ, ഹി വാസ് ഗിവിങ് ഇറ്റ് ഫോർ അതേഴ്സ്. അവനെ അടക്കുവാൻ അവന് സ്വന്തമായിട്ടൊരു കല്ലറയില്ലായിരുന്നു. അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ, കടം വാങ്ങിയ കല്ലറയിൽ അവനെ അടക്കുന്നത്. ഈസ് എ മാൻ ഹു ഓൾവേസ് ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈയിങ് ഫോർ അതേഴ്സ്. നമുക്കൊക്കെ യേശുവിനെ പോലെ ആകണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല സഹോദരങ്ങളെ. നമുക്ക് യേശുവിനെ പോലെ ആകണമെങ്കിൽ ഇതേ ഉള്ള മാർഗം. എന്ത്? ലിവ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരുന്നത്. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമല്ല. യോഹന്നാൻ 3:16 നമ്മൾക്കെല്ലാവർക്കും അറിയാം. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം നമുക്ക് വേണ്ടി യേശുവിനെ നൽകി. പക്ഷേ 1 യോഹന്നാൻ 3:16 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യോഹന്നാൻ 3:16 എല്ലാവരും വായിക്കും. 1 യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം തൻ്റെ പുത്രനെ നൽകിയത് കൊണ്ട് അവൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം, നാമും അങ്ങനെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അതാരും പറയത്തില്ല. യേശു നമുക്ക് വേണ്ടി മരിച്ച കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അപ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായിത്തീരുന്നത്. When we look at the cross, we see a man who lived for others and a man